ഈ അപകടം നടന്ന സ്ഥലത്ത് പ്രദേശവാസികൾ ഒരു വിഷയത്തിൽ ആരോപണം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ JCB കാണാൻ കഴിയുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിലെത്തിയ JCB ഇനിയും അവരുടെ മണ്ണിലേക്ക് കൊണ്ടുവരണ്ട എന്നാണോ പ്രദേശവാസികൾ പറയുന്നത്? അറിയില്ല. ആ പ്രതിഷേധം എന്തിനാണെന്ന് അറിയേണ്ടതുണ്ട്. ബിനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, എന്താണ് അവിടെ നടക്കുന്നത്? ആര്യ, ഈ വലിയ ഹിറ്റാച്ചി മെഷീൻ ഇത് ഈ റോഡ് നിർമ്മാണ കമ്പനിയുടേതാണ്. ഈ ഹിറ്റാച്ചി മെഷീൻ ഈ കോളനിക്കകത്തുകൂടി കൊണ്ടുപോകുന്നതിനെയാണ് ഇവിടുത്തെ താമസക്കാരിൽ എതിർത്തത്. കാരണം ഈ ഇത്രയും വലിയ ദുരന്തം ഞങ്ങൾക്ക് വരുത്തി വെച്ചത് ഈ കമ്പനിയും ഇതിൻ്റെ നിർമ്മാണ സാമഗ്രികളും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് അത് ഇതുവഴി വീണ്ടും കൊണ്ടുപോയി തങ്ങളുടെ ഇപ്പോൾ ശേഷിക്കുന്ന വീടുകൾ കൂടി നാശനഷ്ടം വരുത്തരുത് എന്നതായിരുന്നു അയാളുടെ ആവശ്യം. അത് ഉച്ചത്തിൽ തന്നെ അയാൾ വിളിച്ചു പറയുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. രാവിലെ നമ്മൾ 5 മണിക്ക് വരുമ്പോൾ ഈ ഹിറ്റാച്ചി താഴേക്ക് ഇറക്കിക്കൊണ്ടുവരികയായിരുന്നു. ഈ വലിയ യന്ത്രം താഴേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നു. അപ്പോഴും അദ്ദേഹം ഇത് തന്നെ ഈ പ്രതിഷേധവുമായി എത്തിയിരുന്നു. അപ്പോഴാണ് അവർ നേരത്തെ അവിടെ ഈ മണ്ണുമാന്തി യന്ത്രം അവിടെ നിർത്തി പോയത്. ഇപ്പോൾ പോലീസൊക്കെ എത്തിയതിന് ശേഷം ആ മണ്ണുമാന്തി യന്ത്രം താഴേക്ക് ഇറക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ജനപ്രതിനിധികളൊക്കെ ഇടപെട്ട് അദ്ദേഹത്തെ ശാന്തനാക്കി മാറ്റിയ ശേഷമാണ് ഈ മണ്ണുമാന്തി യന്ത്രം ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. കാരണം അവരുടെ പ്രതിഷേധത്തിന് അർത്ഥമുണ്ട്, അതിലൊരു ശരിയുണ്ട്. കാരണം ഈ നിർമ്മാണത്തിലെ അശാസ്ത്രീയത തന്നെയാണ് ഈ ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് എത്തുകയും അവർക്ക് ഈ അവരുടെ കിടപ്പാടം ഉപേക്ഷിച്ച് ഈ നാട്ടിൽ തന്നെ വിട്ടു പോകേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒരാളുടെ കിടപ്പാടമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായ ഒരിടം. അവിടെ നിന്ന് പുറത്തു പോകേണ്ടി വരുന്ന ആ ഒരു വലിയ ദുരവസ്ഥ അത് നേരിടേണ്ടി വന്നതിൻ്റെ വലിയ പ്രതിഷേധമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രശ്നം അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ഉയർത്തിയ ആ ഒരു വാക്കുകൾ അതിന് ഏറെ പ്രസക്തിയുമുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു നീതി കിട്ടേണ്ടതുണ്ട്. ആ നീതി കിട്ടിയിട്ടില്ല എന്നതാണ് അവരുടെ ബോധ്യം. അത് നമുക്ക് ഇവിടെ ഒന്ന് പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാകുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇവിടെ ഈ താമസക്കാരായ ഒരുപാട് പേരുണ്ട്. നമുക്ക് അവരോട് ഇനി എങ്ങോട്ടേക്കാണ് ആ കാര്യങ്ങളൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എങ്ങോട്ടേക്കാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഇത് ഞങ്ങളിപ്പോൾ ക്യാമ്പിലേക്ക് പോകാൻ തീരുമാനിച്ചാണ്. വേറെ ഒന്നും ഈ പാർട്ടിക്കാർ ഈ വന്നേക്കുന്ന ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നാന്നുള്ളത്. ഇത് ഇവിടെ അവിടെ വന്ന് നിങ്ങളോട് ചാനലുകാരോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ TV കാണാനില്ല, ഒന്നും കാണാനില്ല, ഫോൺ വരെ എടുത്ത് നോക്കിയിട്ടില്ല. ഇതിപ്പോൾ എന്നെ പറഞ്ഞേക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല നിലവിൽ. ഇപ്പം ഞങ്ങൾ പോകണ ക്യാമ്പിലേക്കാണ്. അതുള്ളൊരു ആശ്രയം. പിന്നെ അങ്ങോട്ട് നമുക്ക് അറിയില്ല. ഇനി ബാക്കിയുള്ളതൊക്കെ ഇവർ പറയാം. അതേ ഈ കുത്തിയിരിക്കണം. നമുക്ക് എന്നെ പറയാനുള്ള ഇതൊന്നും പറയാനില്ല. ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചെങ്കിലും നിങ്ങൾക്ക് ഇതുവരെ ഒരു കൃത്യമായ ഒരു ചിലപ്പോൾ അവിടെ ഇരുന്ന് ദ്രവിച്ചു പോകുമായിരിക്കും. അത് അവിടെ കൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വച്ചു എന്നുള്ളൂ. അത് ചിലപ്പോൾ അവിടെ ഇരുന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാനുള്ള ഇതില്ല ഞങ്ങൾക്ക്. ഇനി അത് ചിലപ്പോൾ അവിടെ ഇരുന്ന് പോകും. ഇവരാണ് ഇനി പറയേണ്ട തീരുമാനം. ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇതുവരെയായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അവർ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാന്ന് ഇതുവരെയായിട്ട് ഒന്നും പറഞ്ഞില്ല. ഇനി എങ്ങനെയാണെന്ന് അറിയുകയില്ല മുന്നോട്ടുള്ള ജീവിതം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ഈ ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും ഇവരുടെ അടുത്ത് എന്ത് ചെയ്യണം, ഈ ജനങ്ങൾ എന്ത് ചെയ്യണം എന്നത് അവരോട് പറഞ്ഞിട്ടില്ല. അവർ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പല വണ്ടികളിലൊക്കെ കയറ്റി ഇതൊക്കെ ശരിയാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇനി എങ്ങോട്ടേക്ക് പോകണം എന്ന കാര്യത്തിലാണ് ഇപ്പോഴും ഒരു അവ്യക്തതയുള്ളത്. ക്യാമ്പ് ഇന്നലെ സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര കാലം അവർക്ക് ആ സ്കൂളിലെ ക്യാമ്പിൽ തുടരാൻ കഴിയുമെന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ദിവസങ്ങളിലൊന്നും തന്നെ അവർക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാനും കഴിയില്ല. കാരണം ഇവിടുത്തെ മണ്ണടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിനും ജില്ലാ പോലീസ് മേധാവി സാബു മാത്യുവും അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സംഭവ സ്ഥലം, അതായത് അപകട സ്ഥലം വീണ്ടും സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി അടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഈ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇക്കാര്യത്തിൽ ഇനി എന്ത് പറയും എന്നത് അറിയാനിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇവരുടെ ഈ 24 കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾ ഇനി എങ്ങോട്ടേക്ക് പോകണം എന്ന കാര്യത്തിലൊരു കൃത്യമായ മറുപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരണം. എന്തായാലും ഇവരെ ക്യാമ്പിലേക്ക് തൽക്കാലത്തേക്ക് ആളുകൾ പറയുന്ന കാര്യം അതാണ്. ഇതുവരെ അവർക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, പ്രാദേശിക ഭരണകൂടങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. എങ്ങോട്ടേക്ക് മാറണം, ക്യാമ്പുകളിലേക്കാണോ പോകേണ്ടത്, എത്ര ദിവസത്തേക്കാണത്, മറ്റെന്തെങ്കിലും ബദൽ സംവിധാനം ആലോചനയിലുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള മാറി താമസിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു കൃത്യമായ മുന്നറിയിപ്പ് പോലും നൽകിയിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്.